وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين خصوصا إلى حضرة سيدنا أبي المغيث حسين بن منصور الحلاج رضي الله عنه صاحب مشايخنا وسيدنا كلهم أجمعين خصوصا إلى سيدنا الدين عبد القادر الجيلاني رضي الله عنه والفاتحة الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون. قال الله عز وجل في قرآن مجيد سبحانه وتعالى لا إله إلا هو. ചരിത്രത്തിൽ ഒരു റിപ്പോർട്ട് പ്രകാരം ബഹുമാനപ്പെട്ട അബുൽ മുഗീസ് ഹുസൈൻ ബിൻ മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ ചർച്ച ചെയ്യപ്പെട്ട വളരെയധികം ചിന്തകൾക്ക് പിൽക്കാലത്ത് വിധേയമായതുമായ ഷഹാദത്ത് ഏറ്റുവാങ്ങിയ ദിവസമാണ് ദുൽഹജ്ജ് 24 എന്നാണ് ചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ദുൽഖഅദിനാണെന്നും അതിന് മറ്റു പല ഏതായാലും ഹിജ്റ വർഷം 309 നാളുകളേറെയായി ബഹുമാനമുള്ള ഗൗസുൽ ആദം ശൈഖ് സുൽത്താൻ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ ജനിക്കുന്നതിന്റെ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന മഹാനായിരുന്നു സയ്യിദുനാ അബുൽ മുഗീസ് ഹുസൈൻ ഇബ്നു മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ് മുഹീദ്ദീൻ മാലയിലെ വരി. ഹല്ലാജെ കൊല്ലും നാൾ അന്നു ഞാനുണ്ടെങ്കിൽ അവകൈ പീഡിപ്പേനും എന്ന് പറഞ്ഞോ. ഹല്ലാജിനെ കൊല്ലുന്ന അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൈ ഞാൻ പിടിച്ചേനെ എന്ന് സയ്യിദുനാ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഹല്ലാജുൽ മൻസൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രം. പല രീതിയിൽ ചരിത്രത്തിൽ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടു, പല വ്യാഖ്യാനങ്ങളും പല രീതിയിലും അവതരിപ്പിക്കപ്പെട്ടതുമായ ചരിത്രമാണ് മഹാനവരുടെ. പണ്ഡിതന്മാർ അവരുടെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. കാരണം അവർ പറഞ്ഞ വാക്ക് അത് ശരീഅത്തിന്റെ പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കുകയും അപ്പുറത്തായി. നാം കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ച തൗഹീദ്, ഏക ദൈവ വിശ്വാസം, തൗഹീദ് എന്താണ്? തൗഹീദ്, തൗഹീദിന്റെ ഉന്നതമായ തലം എന്താണ്? തൗഹീദിന്റെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിയാൽ ആ വ്യക്തിയുടെ വായിൽ വരുന്ന സംസാരം അത് ഏത് രീതിയിലായി ഇത് ഉൾക്കൊള്ളാൻ അഗാധ ജ്ഞാനികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ.
ഹല്ലാജ് മൻസൂർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പം മുതലേ അല്ലാഹുവിന്റെ ഇബാദത്തിനായി ജീവിച്ചു വന്ന ഒരു യുവാവായി. തന്റെ മാതാപിതാക്കൾക്ക് തന്റെ ഉമ്മ നേർച്ചയാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഹല്ലാജ് തങ്ങൾ ജനിക്കുന്നത്. ജനിച്ചാൽ ഈ കുട്ടിയെ അല്ലാഹുവേ നിന്റെ മാർഗത്തിലേക്ക് ഞാൻ ഈ കുട്ടിയെ പറഞ്ഞേക്കും, നിനക്ക് ഖിദ്മത്തെടുക്കാൻ, നിന്റെ ഇബാദത്തിനായി, നിന്റെ ആളുകൾക്ക് ഖിദ്മത്തെടുക്കാൻ, സേവനത്തിനായി ഈ കുട്ടിയെ ഞാൻ ദാനം ചെയ്തേക്കാം റബ്ബേ എന്ന് ഉമ്മ ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ 8ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു തആല, മഹാനവറുകളുടെ ഹദ്റത്തിലേക്ക് ഉമ്മ 8ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി. അന്ന് മുതലേ മഹാന്മാർക്ക് മശായിഖന്മാർക്ക് ഖിദ്മത്തെടുത്ത് അങ്ങനെ ജീവിതം ബഹുമാനപ്പെട്ട സഹലിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ അങ്ങനെ കഴിഞ്ഞ് ഏകദേശം 18 വയസ്സായപ്പോഴത്തേക്കും ഹല്ലാജ് റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തെ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ. കാരണം അങ്ങേ അറ്റത്തെ അല്ലാഹുവിനുള്ള ഇഷ്ക് മഹാനവറുടെ ഹൃദയത്തിൽ കുടികൊള്ളാൻ തുടങ്ങി. അങ്ങനെ വാക്കുകളിലെല്ലാം മാറ്റങ്ങൾ കണ്ടപ്പോൾ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നീ ഇവിടെ നിന്ന് പോയിക്കോ. അങ്ങനെ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ പർണശാലയിൽ അന്ന് കാലത്ത് ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരോരോ ആസ്ഥാനത്തിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശാലയിൽ നിന്ന് ആസ്ഥാനത്താണ് ബഹുമാനപ്പെട്ട ഹല്ലാജ് റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനവറുകൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പോയത് അബുൽ ഖാസിം സയ്യിദ് ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്കായി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഹല്ലാജ് മൻസൂർ റളിയല്ലാഹു അൻഹു കുറേ നാൾ താമസിച്ചു. ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹല്ലാജ് നീ ഇവിടെ ഒന്ന് പോയിക്കോ. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ ആളുകൾക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ അപ്പുറത്ത് അതങ്ങനെ ആര് പറഞ്ഞോ അവർക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങളും ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ പുറത്താക്കി. മറ്റൊരു മഹാനായിരുന്ന അബൂ അബ്ദുൽ മക്കി റളിയല്ലാഹു അൻഹു മഹാനവറുടെ പർണശാലയിലേക്കാണ് പിന്നീട് പോയത്. അവിടെ ചെന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അവിടുത്തെ ഗുരുനാഥനും പറഞ്ഞു, ഹല്ലാജ് നീ ഇവിടെ നിൽക്കണം. കാരണം ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ എല്ലാവരും ഇഷ്കാലുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, അതായത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഉന്നതമായ തലത്തിലേക്ക് ആരെത്തി ഹല്ലാജ് റളിയല്ലാഹു അൻഹു എത്തി. അത് എത്തിയവർ മറ്റുള്ളവരും ഉണ്ടെങ്കിലും പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഈ രീതിയിൽ അത് പലപ്പോഴും സഹൽ റളിയല്ലാഹു തആല ജുനൈദ് റളിയല്ലാഹു അൻഹു പലരും പറഞ്ഞു, ഹല്ലാജ് നീ ഇങ്ങനെ പറയരുത്, നീ സംസാരങ്ങൾ ഒതുക്കി വെക്കണം, ഇത്രമാത്രം ഇങ്ങനെ വെട്ടിത്തുറന്ന് സംസാരിക്കരുത്. ഹല്ലാജ് എന്ന് പറയും, എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല, എനിക്ക് ഞാൻ അതിൽ പിടിച്ചിരിക്കുന്നു, എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല, ഞാനത് പറഞ്ഞു പോകും, അതിൽ എന്തൊക്കെ വന്നാലും എനിക്കൊന്നുമില്ല, എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ അവിടുന്ന് പുറത്താക്കി മഹാനവറുകൾ അങ്ങനെ അലഞ്ഞിലേക്ക് നടന്ന് ഒരു കാട്ടിൽ ഒരു സമയത്ത് ചരിത്രം വഴിമാറി ഞാൻ അങ്ങനെയാണ്. അവിടെ അങ്ങനെ കൂടുന്ന സമയത്ത് ഒരാട്ടിടയിൽ ആടുമേക്കാൻ വരുന്ന ഒരാൾ അദ്ദേഹത്തെ കാണുന്ന ഒരു സന്ദർഭം. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഒരാടിനെ എനിക്ക് തരാം, നമുക്ക് അറുത്ത് പാകം ചെയ്ത് ഭക്ഷിച്ച് നമുക്ക് വിശപ്പ് മാറ്റാം. ആട്ടിനെ പറയുന്നു, അതെങ്ങനെ ശരിയാവും? ഞാനൊരു കൂലിക്കാരനാണ്, എന്റെ യജമാനന്റെ ആടാണിത്,
അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ പിന്നെ നിങ്ങൾക്ക് ഞാനിങ്ങനെ ബാലനായ ആട്ടിടയനായ ആ കുട്ടി ചെറിയ കുട്ടിയാണ്. അതെ, ആ കുട്ടി പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതിനെന്താ, നമുക്ക് ഭക്ഷിച്ചതിന് ശേഷം ആടിന്റെ എല്ലുകൾ കൂട്ടിയിട്ടിട്ട് ആടിനെ രണ്ടാമത് ജീവിച്ച പോലെ അങ്ങനെ പറ്റും. എന്നാ കുട്ടി പറഞ്ഞു അങ്ങനെ രണ്ടാളും കൂടി ആടിനെ അറുത്ത് ഭക്ഷണമാക്കി സുരക്ഷമായി ഭക്ഷിച്ചു. എല്ലുകൾ കൂട്ടിയിട്ട് എല്ലാം ചെറിയ പറഞ്ഞു ആടെ എഴുന്നേറ്റ് വിളിക്കും. ആട് അത് കുട്ടിക്കുന്നത് നല്ല സുഖമല്ലോ. പിന്നെ നിന്റെ ഒരു പതി കുട്ടി കറക്റ്റ് ആയിട്ട് വരും, അടിപൊളി ആട് മുഴുകി എല്ലാവരും കൂടെ ഇതിങ്ങനെ ഒരു ശീലമായി. പക്ഷേ എല്ലാവരും പറഞ്ഞു ആളുകൾ പറയാം, ഈ സംഭവം പറയാം. അങ്ങനെ ഇതിങ്ങനെ പതിവായി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നാട്ടിൽ രാജാവ് വാഴുന്ന കാലം. അയാളുടെ മകൾക്ക് മകൾ മരണപ്പെട്ട ആകെയുള്ള മകളാണ്, രാജാവിന്റെ മകളാണ് മരണപ്പെട്ട. അപ്പോൾ പണ്ഡിതന്മാരെല്ലാം വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണല്ലോ ആര്? പണ്ഡിതന്മാർ. അങ്ങനെയാണെങ്കിൽ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്തായി നൽകിയിട്ടുള്ള ആ അസാധാരണ കഴിവുകളൊക്കെയും ഔലിയാക്കന്മാർക്ക് കറാമത്തായി ലഭിക്കണമല്ലോ. അതെ, എന്നാൽ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പണ്ഡിതന്മാർ എന്റെ ഈ മകളെ ജീവിപ്പിച്ചു തരണം. ഇതാണ് അദ്ദേഹത്തിന്റെ കൽപ്പന. 3 ദിവസമാണ് കൊടുത്തത്. 3 ദിവസത്തിനുള്ളിൽ എന്റെ മകളെ ജീവിപ്പിച്ചു. കാതി മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അവരൊക്കെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ എന്ത് ചെയ്യും? മരിച്ച ആളെ എങ്ങനെ ജീവിപ്പിക്കാനാണ്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ അബൂബക്കർ മുസ്ലിയാർ മഹാനവകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ക്രിസ്ത്യൻ പാതിരിമാരോട്, അതിപ്പോ അടുത്ത കാലത്താണ്, ക്രിസ്ത്യൻ പാതിരിമാരോട് മഹാനായ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു മഹാനവകൾ തർക്കത്തിലേർപ്പെട്ട സമയത്ത് ലാസ്റ്റ് ആയിട്ട് സമയം 3 മണി, രാത്രി 3 മണിയായ സമയത്ത് അവസാനമായിട്ട് ആ പാതിരി ചോദിച്ചൊരു ചോദ്യം അതാണ് ശംസുൽ നബിയോട്, നിങ്ങൾ പ്രവാചകന്റെ അനന്തരാവകാശിയല്ലേ? അതെ. ശംസുൽ മറുപടി പറഞ്ഞു, അതെ, അനന്തരാവകാശിയാണ്. എന്നാൽ പ്രവാചകന്മാർ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ പ്രവാചകൻ നിങ്ങൾ പറയുന്ന ഈസ, ഞങ്ങൾ പറയുന്ന യേശു അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. താങ്കൾക്ക് സാധിക്കുമോ? ക്രിസ്ത്യൻ പാതിരി ചോദിച്ചു. ആ സദസ്സിൽ അന്ന് പങ്കെടുത്ത ഒരാൾ നേരിട്ട് എനിക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ആ ക്രിസ്ത്യാനിയായിരുന്നു, മുസ്ലിമായതിനു ശേഷം പള്ളിയിൽ അങ്ങനെ ശംസുലിനോട് ചോദിച്ചു, താങ്കൾക്ക് സാധിക്കും? ശംസുൽ ഉലമ 10 മിനിറ്റ് നേരം തലയും താഴ്ത്തിയിരുന്ന് 10 മിനിറ്റിന് ശേഷം എഴുന്നേറ്റ് കൊണ്ടുവാടാ, ഞാൻ ജീവിപ്പിക്കാം, കൊണ്ടുവരൂ, ഞാൻ ജീവിപ്പിക്കാം എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ പിന്നിൽ ക്രിസ്ത്യൻ പാതിരിമാരി അവര് പോലും ഭയപ്പെട്ടു, പേടിച്ചു. എങ്ങാനും ഞങ്ങൾ കൊണ്ടുവന്നാൽ ശംസുൽ ഉലമ ജീവിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ ചോദിച്ചത്. ആ സമയത്ത് മഹാനവകൾ എഴുന്നേറ്റ് മറുപടി പറഞ്ഞപ്പോൾ അതിനും അവർ ഉത്തരം കൊടുത്തു. അങ്ങനെയാണ് 40 പാതിരിമാർ ഇസ്ലാമിലേക്ക് കടന്നാണ് ചെയ്തത്. അതോടെ ഞാൻ പറയുകയാണ്, ഇതേ സംഭവമാണ് അവിടെ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ നിങ്ങൾ എന്റെ മകളെ ജീവിപ്പിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം പിരിഞ്ഞു. കാലിയാരിലെത്തി.
കാദിയുടെ വീട്ടിലെ ആട്ടിടയനാണ് ഈ കുട്ടി വീട്ടിലെത്തി. കാദി ഭയങ്കര ടെൻഷനിലാണ്, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ദുഃഖത്തിലാണ്, എന്ത് ചെയ്യുമെന്നറിയില്ല. ആ സമയത്ത് ഈ സംസാരം ഇങ്ങനെ നടക്കുമല്ലോ, രാജാവിന്റെ മകൾ ഇങ്ങനെ മരിച്ചിട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ തലമൂലം, അല്ലെങ്കിൽ ആകെ പ്രശ്നങ്ങൾ സംസാരം. കുട്ടിക്ക് തോന്നി ഇത് ഒരു ഐഡിയ ഉണ്ടല്ലോ, നമ്മുടെ ആളുണ്ടല്ലോ. അങ്ങനെ കുട്ടി ഇദ്ദേഹത്തോട് ചോദിച്ചു ചെന്നിട്ട് നിങ്ങളോട് ചോദിച്ചു, ഒരു വിഷയമുണ്ട്, നമ്മുടെ യജമാനായ കാദി വലിയ വിഷമത്തിലാണ്, എന്റെ രാജാവിന്റെ മകള് മരിച്ചു, അതിനെ ജീവിപ്പിക്കണം എന്നാണ് രാജാവ് പറയുന്നത്. ആ കുട്ടിയെ അവർക്കും അത് കഴിയാത്തതിന്റെ വിഷമാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അമ്പിയാക്കിയമാരുടെ അനന്തരാവകാശികളാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതില്ല, ഒക്കെ ഇതിന്റെ തല കൊയ്യാനൊന്നും ഒരു മടിയുള്ള ആളല്ല. അങ്ങനെ എത്രയോ തല കൊല്ലപ്പോയി. അതാണ് എല്ലാവർക്കും പേടി. ഇവരുടെ പറയിൽ മാത്രമല്ല, തല കൊല്ലുന്ന ചെയ്യും. ആകെ ടെൻഷനാണ്. നമുക്കൊന്ന് സഹായിക്കാൻ പറ്റും. അത് വേണോ? നമ്മളൊരു കൊല്ലൂലേ? നമ്മളെ സഹായിച്ച നമ്മളെ കൊല്ലൂല്ലോ, അത് വേണോ? കുട്ടി പറഞ്ഞു, എന്റെ യജമാനാകെ സങ്കടത്തില്ല, ഞാൻ പറഞ്ഞോട്ടെ. അവസാനം അങ്ങനെ കുട്ടി പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് പോയി കവിത, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യാറില്ല. ആണോ? ആണ്, ഞാൻ വരാം. അങ്ങനെ കാലിയാർ ചെന്നിട്ട് പറഞ്ഞു, എന്റെ വിഷമത്തിൽ എന്നെ രക്ഷിക്കണം. കാദി പറഞ്ഞു, മകളെ ഒന്ന് ജീവിപ്പിച്ചു തരണം, രാജാവിന്റെ മകളെ. ഉടനെ ഹല്ലാജ് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലു, ഞാൻ ചെയ്യാം, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലു. നിങ്ങൾ ഞങ്ങൾ കൊല്ലൂലല്ലോ, ഇത്രയും വിഷമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെ കൊല്ലാതെ? നിങ്ങൾ എന്നെ കൊല്ലു. ഇല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ ഞങ്ങൾ കൊല്ലൂല, ഒന്ന് രക്ഷിച്ചു എന്നാ ശരിക്കുക എന്ന് പറഞ്ഞിട്ട് മഹാനായ ഹല്ലാജ് കാദിയാരിലേതോ കൂട്ടിക്കൊണ്ടുപോയി പിറ്റേ ദിവസം എല്ലാവരും ജനങ്ങളെല്ലാം എല്ലാവരും ഇതിനൊന്ന് ജീവിപ്പിക്കുന്നത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാജാവോട് എല്ലാവരും പെണ്ണിനോട് പറഞ്ഞു, ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടെ എഴുന്നേൽക്കും, അള്ളാഹുവിന്റെ അനുമതിയോടെ എഴുന്നേൽക്കും. ഒന്നും രണ്ടും വട്ടം പറഞ്ഞു, ആ പെൺകുട്ടി എഴുന്നേറ്റില്ല. മൂന്നാം വട്ടം പറഞ്ഞു, എന്റെ അനുമതിയോടെ എഴുന്നേൽക്കും. ആ സമയത്ത് ആ പെൺകുട്ടി ജീവൻ തിരിച്ചു എഴുന്നേൽക്കുകയാണ്. ഈ സംഭവം സദസ്സിനെ ആകെ എല്ലാവരും സന്തോഷത്തിലായി, കാര്യം സലാമത്തായി. പക്ഷേ അവിടെ തുടങ്ങി ചർച്ചകൾ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എല്ലാ അനുമതിയോടെ എന്നല്ലേ പറയുന്നത്. അത് ശരീരത്തിന്റെ ദൃഷ്ടിയിൽ അത് ശരിയാണ്. കാരണം എന്റെ അനുമതിയോടെ ജീവിപ്പിക്കുമെന്ന് പറയാൻ ആർക്കാണ് അധികാരം? ആ അധികാരം ആർക്കാണുള്ളത്? അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ചർച്ചകളായി വിഷയങ്ങൾ ഗൗരവം കൊണ്ടുപോകും. ഹല്ലാജിനോട് ചോദ്യങ്ങളായി. ഹല്ലാജിനോട് മറുപടി പറഞ്ഞു, ഞാൻ തന്നെയാണ് പരമമായ സത്യം, ഞാൻ തന്നെയാണ് പരമമായ യാഥാർത്ഥ്യം, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ഹഖ് എന്ന അല്ലാഹുവിന്റെ നാമമാണ്. ഞാനാണ് പരമമായ യാഥാർത്ഥ്യം, ഞാൻ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ആകെ പ്രശ്നം കൂടി, രൂക്ഷമായി. ഈ വാക്കുകൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കും? ഈ വാക്കുകളുടെ കാര്യത്തിൽ ചർച്ചയിലായി. ഹല്ലാജുൽ മൻസൂർ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടയ്ക്കാൻ ഓർഡറായി. അങ്ങനെ ജയിൽവാസികൾക്കും അദ്ദേഹം ക്ലാസ് എടുത്തു. 8 കൊല്ലം ജയിലിൽ കിടന്നു. ജയിൽ നിവാസികൾ പോലും മഹാനവരുടെ ഇഷ്കിന്റെ കവിതകൾ കേട്ട്, ഭയങ്കര കവിതയായിരുന്നു. ഇഷ്കിന്റെ കവിതകൾ കേട്ട്, ഇഷ്കിന്റെ ആലാപനങ്ങൾ കേട്ട് എത്രയോ ആളുകൾ ജയിലിൽ നിന്ന് നന്നായി.
പക്ഷേ പശ്ചാത്തലക്കാൻ അവസരം കൊടുത്തപ്പോഴൊക്കെയും ചോദിച്ചു പലപ്പോഴും ചോദിച്ചു, നിങ്ങളുടെ വാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ തയ്യാറുണ്ടോ? ഞാനതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ തന്നെയാണ് പരമമായ സത്യം. ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പശ്ചാത്തലം മടങ്ങാൻ ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതേ വാദത്തിൽ തന്നെയാണ് ഉറച്ചു വെച്ചു. അങ്ങനെ സഭ കൂടി പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും അദ്ദേഹം കാഫിറായി, അദ്ദേഹം നിരീശ്വരവാദിയായി മാറി എന്നാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ രക്തം അനുവദനീയമാണ്, അദ്ദേഹത്തെ കൊല്ലണമെന്നാണ് ഫത്വ പ്രഖ്യാപിച്ചത്. കാദിയായി ഒപ്പിട്ട് ഫത്വ പാസ്സാക്കി. പശ്ചാത്തലം മടങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലണമെന്ന് വിധി പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട്? ആ വാക്കുകളെ ഉൾക്കൊള്ളാൻ പണ്ഡിതന്മാർക്ക് സാധിച്ചില്ല. എങ്ങനെ അത് ഉൾക്കൊള്ളും? അങ്ങനെയാണ് ആ കൊല പുണ്യകർമ്മമായി മാറുന്ന ഒരു തരത്തിലേക്ക് ആ ഫത്വ നീങ്ങി. ഹല്ലാജിനെ കൊലൽ പുണ്യമായി അവർ കരുതി. അങ്ങനെ ഹല്ലാജിൽ കൊണ്ടുവന്നു, തൂക്കിലേക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ രാജാവ് പറഞ്ഞു, അദ്ദേഹത്തിന് 1000 ചാട്ടവാറ് കൊണ്ട് അടിക്കണം. 1000 ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് അദ്ദേഹം മരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈയും കാലും ഓരോന്നായി ഛേദിക്കുക, അവസാനം തല വെട്ടുക. ഇങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഹല്ലാജിൽ നിർത്തി, കൈകാലുകൾ ബന്ധിച്ചു, ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ തുടങ്ങി. ഓരോ അടി വെട്ടുമ്പോഴും അഹദ് 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 എന്ന് മാത്രം ഉരുവിട്ടു അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി. ആളുകൾ, കാണികൾ എല്ലാവരും കൂടി നിന്നവർ വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഭ്രാന്താണ്. ഓരോ അടി കിട്ടുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 1000 ചാട്ടവാറിന്റെ അടി ചിരിയോടെ, ഓരോ വേദനകളും ചിരിയോടെ ഏറ്റുവാങ്ങി. നമ്മളൊന്ന് ചിന്തിക്കണം, ഈ ചരിത്രത്തിൽ നമുക്ക് ചിന്തിക്കാനില്ല. എന്താണത്? ഓരോ സമയത്തും ചാട്ടവാറിന്റെ അടി കിട്ടുമ്പോൾ മഹാനവർ ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ ചിരി വരുന്നത്? ആ ചിരി വരാൻ കാരണം എന്റെ പ്രേമവാചനമാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുന്ന പരീക്ഷണങ്ങളാകുന്നു ഇതെല്ലാം. ഞാൻ അവനിൽ നിന്ന് പിന്മാറുമോ എന്നറിയാൻ വേണ്ടി. ഇല്ല, ഒരിക്കലും ഞാൻ പിന്മാറില്ല റബ്ബേ. എന്നെ അവർ കഷ്ടമായി നോക്കിയാലും ഞാൻ നിന്നെ വിട്ടു പോകുന്ന പ്രശ്നമില്ല, നിന്നിൽ നിന്ന് ഒഴിയുന്ന ഒരു പ്രശ്നമില്ല. അല്ലാഹുവിലേക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് മഹാനവകൾ അത് സന്തോഷത്തോടെ അതെല്ലാം ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ 1000 അടി കഴിഞ്ഞിട്ട് മഹാനവകൾക്ക് ഒരു കുലുക്കവുമില്ല, ഒരു കൂസലുമില്ല. കൈകാലുകൾ ഛേദിക്കാൻ ഓർഡറായി. ആദ്യം ഒരു കൈ, ഒരു കാല്, അങ്ങനെ 4 കൈയും 2 കാലും ഛേദിച്ചു. ആ രക്തം നിലത്തൊഴുകി. രക്തത്തിൽ നിന്നും അല്ലാഹു എന്ന് വായിച്ചെടുക്കാൻ സാധിച്ചു എന്നാണ് ചരിത്രം. രക്തം വരെ അല്ലാഹു എന്ന് എഴുതി. അപ്പോഴും മഹാനവകൾ അവസാനം മഹാനവകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അടിക്കുന്നവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്? കൈയും കാലും വെട്ടിയപ്പോഴും മഹാനവകൾ ചിരിക്കുക തന്നെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? അപ്പോൾ മഹാൻ പറഞ്ഞു, നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, ഇല്ലാത്ത ഒന്നിനെയാണ് നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നത്, അതോർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഞാൻ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്കത് കൊല്ലാൻ സാധ്യമല്ല. ഞാനില്ല, ഉള്ളവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു കൊല്ലാൻ പറ്റുമോ? അല്ലാഹു കൊല്ലാൻ പറ്റുമോ? നിങ്ങൾക്ക് സാധ്യമല്ലാതെ എന്നെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ സാധ്യമല്ല. ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെ കൊല്ലും? അതോർത്താ ഞാൻ ചിരിക്കുന്നത്. ആ ലയനം, പ്രേമത്തിൽ അല്ലാഹുവിന്റെ ലയനത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ അവസാനം കഴുത്ത് കിട്ടിയപ്പോ പറഞ്ഞു, ഇങ്ങനെ പറ്റില്ല, ഇത് കത്തിച്ച് ചാരാക്കണം.
ചാരാക്കണം. കാരണം ആളുകൾ അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ ചിലപ്പോൾ ഇത് വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ കാരണമാകും. അതുകൊണ്ട് കത്തിച്ച് ചാരാക്കണം. അങ്ങനെ മഹാനവരുടെ ശരീരം കത്തിക്കാൻ കത്തിച്ച് ചാരമാക്കിയിട്ട് നദിയിൽ ഒഴുക്കിയെത്തി. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം വാമൊഴിയായി ശൈഖന്മാരുടെ വാമൊഴിയായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അതിന്റെ ഒരു ഭാഗം ഈ കാവി ഫത്വ കൊടുത്ത കാവി അദ്ദേഹം മറ്റെവിടെയും അത് ഒഴിവാക്കാൻ ഭയപ്പെട്ടുകൊണ്ട് ആ ചാരം അദ്ദേഹം ഒരു കുടത്തിലാക്കി ചെറിയ ചെപ്പിലാക്കി വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ആ ചെപ്പ് അവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചു. വീട്ടിൽ പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു, ഇവിടെ ഒരു ചെപ്പ് ഞാൻ വച്ചിട്ടുണ്ട്, അത് വളരെ വിലപ്പെട്ട വിശിഷ്ടമായ ഒരു സാധനമാണ്, നിങ്ങൾ അത് ഒന്നും ചെയ്യരുത്, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാളിയാരുടെ മകൾ, പ്രായപൂർത്തിയായ കല്യാണം കഴിക്കാത്ത നല്ലൊരു പതിപ്പതയായ നല്ലൊരു മകൾ, അവൾക്ക് കാളി സ്ഥലത്തില്ല. ആ സമയത്ത് ഭയങ്കരമായൊരു വയറുവേദന, എന്തിട്ടും മാറില്ല. അപ്പോഴാണ് വാപ്പ പറഞ്ഞു തന്ന ഒരു ചെപ്പുണ്ടല്ലോ അവിടെ, അതിലെന്തോ ഒരു സാധനം വിശിഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം വാപ്പ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കാം, ചിലപ്പോൾ വല്ല പലക്കത്തിന്റെ വല്ല സംഭവങ്ങളായിരിക്കും, നോക്കാം. അങ്ങനെ അത് തുറന്നു. അതിനെന്ത് ചെയ്തു, കുറച്ചെടുത്ത് കഴിച്ച വശം വയോജന മാറി. അതവിടെ എടുത്തു. അങ്ങനെ ഒരു മാസമായി കുട്ടി ഗർഭിണിയായി. പഠിച്ചവനെ ഗർഭിണിയായി. കല്യാണം കഴിക്കാത്ത കൊച്ചല്ലേ, പെൺകുട്ടിയല്ലേ, ഗർഭിണിയായി. വാപ്പാട് പറയാൻ പറ്റുമോ? വാപ്പ സമ്മതിക്കോ? ഉമ്മാട് പറയാൻ പറ്റുമോ? സമ്മതിക്കില്ല. എന്താ സംഭവം? പക്ഷേ കുട്ടി നിരപരാധിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. ആ ചാരം അടുത്ത് കഴിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ 1, 2, 3, 4 മാസമായപ്പോഴത്തേക്കും തന്നെ ഇതിങ്ങനെ വലുതാവുമല്ലോ, പിടിച്ചാൽ കിട്ടില്ലല്ലോ. 5, 6 അബോർഷനും ഇല്ല. 6, 7, 8, 9 ആകുമ്പോഴത്തേക്കും വിഷയം മാറി. ഉമ്മയിപ്പൊക്കെ അറിയാൻ ഉമ്മാനോട് കാര്യം പറഞ്ഞു, ഉപ്പാനോട് കാര്യം പറഞ്ഞു. എനിക്കറിയില്ല, ഞാനതെടുത്ത് കഴിച്ചു. വയറിനെ പറയാൻ ഇതുപോലെ ഗർഭിണിയായി. സംഭവം ആരോടും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാദിയുടെ മകളല്ലേ, ആരോട് പറയാൻ? രഹസ്യമായി സൂക്ഷിച്ചു. കാവി പറഞ്ഞു, ഇനി ഇതിന് ആകെ ഒരു വഴിയുള്ളൂ, പ്രസവിച്ചത് വരെ കാത്തിരിക്കാം. പ്രസവിച്ചു കഴിഞ്ഞാൽ നീ ഒന്നും പറയണ്ട, കുട്ടിയെ ഞാൻ കൊണ്ടുപോയി കാട്ടി വയ്ക്കും. പച്ചക്കറി കൊല്ലാൻ പറ്റില്ല, അത് ശരിയല്ലോ. അതുമല്ല, മൃഗങ്ങൾ പിടിച്ച് തിന്ന് അങ്ങനെ പോകും. അതല്ലാതെ കുട്ടിയുടെ വളർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്റെ വീട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിൽ എനിക്ക് വല്ല വിലയുണ്ടോ? കാവി അത്രയും പണ്ഡിതന്മാരുടെ നേതാവായ ഒരാളെ എന്റെ വീട്ടില് എന്റെ മകള് ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞാൽ പിന്നെ ബാക്കി എന്താണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഒരു എക്സ്ക്യൂസും ഇല്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ കുട്ടിയെ കൊണ്ടുപോകും. ശരി. അങ്ങനെ മകൾ പ്രസവിച്ചു. ആരും പറഞ്ഞില്ല. രാത്രി കുട്ടിയെ പുലിനെ ചെയ്തു. കഥയാല് കാട്ടിക്കൊണ്ടേ ഒഴിവാക്കി. തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞു. അങ്ങനെ വർഷം 7 കഴിഞ്ഞു. കാട്ടിൽ പോകുന്ന ചില വേട്ടയാടാൻ വേണ്ടി പോകുന്ന ചില ആളുകൾ ഒരു കുട്ടിയെ അവിടെ ദർശിക്കുകയും ആ കുട്ടിയിൽ നിന്ന് പലവിധ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ നാട്ടിലൊക്കെ പാട്ടായി തുടങ്ങി. എന്ത്? കാട്ടിലൊരു കുട്ടിയുണ്ട്, അധികം പ്രായമൊന്നുമില്ല, പക്ഷെ ഭയങ്കര അത്ഭുതങ്ങൾ, പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് കാട്ടിൽ. അങ്ങനെ ആളുകളൊക്കെ കാട്ടിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി ഈ കുട്ടിയെ കാണാൻ. ഞാൻ പല കാര്യങ്ങൾ കണ്ടു തീർച്ചയായും അത്ഭുതങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ കാണിക്ക് തോന്നി. അങ്ങനെ നമുക്കൊന്നും പോയി കാണാമല്ലോ, നമ്മുടെ കാര്യം പറയാമല്ലോ. അങ്ങനെ കാവി